PSC പഠിക്കുന്ന വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ള കുറച്ച് ടിപ്സാണ്. അധികം ഒരു മോട്ടിവേഷണൽ വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാറ്റഗറി ആൾക്കാരാണ് ഈ PSC പഠനത്തിനായിട്ട് ഇറങ്ങുന്നത്. സ്റ്റുഡൻസും ജോലിക്കാരും പിന്നെ നമ്മുടെ വീട്ടമ്മമാർ. വീട്ടമ്മമാർ എന്ന് പറയുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ജോബോ അല്ലെങ്കിൽ പഠനമൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നവരും PSC പഠനത്തിന് പോലും, അതായത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മൾ എൻഗേജ്ഡ് ആവുന്നില്ല, PSC മുൻനിർത്തി പോകുന്നവരോടും കൂടിയാണ് കേട്ടോ സംസാരിക്കാനായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്, നമ്മൾ എക്സാം എഴുതുന്നുണ്ട്, ലിസ്റ്റിലുണ്ട്, അടുത്തതിനെ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്, അങ്ങനെയൊക്കെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ചുറ്റും അനുകൂലമല്ലാതെ, ഇപ്പോൾ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സ് നിന്നാലും റിലേറ്റീവ്സ് നിന്നാലും വലിയ സപ്പോർട്ടൊന്നുമില്ല. ഇങ്ങനെ ഈ PSC പഠിച്ച് സമയം കളയുക, അല്ലെങ്കിൽ ഈ PSC പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ, അല്ലെങ്കിൽ ഇതിനൊന്നും താല്പര്യമില്ലാതെ നമ്മളെ ഡീമോട്ടിവേറ്റഡ് ചെയ്യാൻ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ നിന്നും പഠിക്കുന്ന നിങ്ങളുടെ അടുത്താണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് നല്ലൊരു ധൈര്യവും മനക്കരുത്തും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം സിറ്റുവേഷനിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം വെച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. PSC എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കറക്റ്റ് എപ്പോൾ പഠിച്ച് എപ്പോൾ ലിസ്റ്റ് വന്ന് എപ്പോൾ ജോലിക്ക് കയറാൻ പറ്റുന്ന ഒരു എക്സാക്റ്റ് ആയിട്ടൊരു പെർഫെക്റ്റ് ഉത്തരം അതിനില്ല. നമുക്ക് ലക്ഷ്യമുണ്ട്, നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കുന്നുമുണ്ട്. പക്ഷെ അതിന്റെ വിജയം എപ്പം നമ്മുടെ കയ്യിലേക്ക് വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. അതാണ് PSCയുടെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതൊരു ലിമിറ്റേഷൻ ആയിട്ട് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ലിമിറ്റേഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ധൈര്യം ചോർന്നു പോകും, അല്ലെങ്കിൽ നമുക്ക് പഠിക്കുന്നതിന്റെ ഒരു അർത്ഥമില്ല എന്ന് തോന്നി മടുക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു റീസണും ഈ ഒരു ലിമിറ്റേഷനും നിങ്ങളങ്ങ് മറന്നു കളഞ്ഞേക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വരും എന്നതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ഒരു വലിയ മല കയറുകയാണെന്ന് വിചാരിക്കുക. ആ മലയുടെ ടോപ്പിൽ ആണ് ഒരു ഫ്ലാഗ് ഇരിക്കുന്നത്. ആ ഫ്ലാഗ് നമുക്ക് എടുക്കണം. പക്ഷെ നമ്മൾ താഴത്തെ സ്റ്റെപ്പിൽ നിന്ന് ആ ഫ്ലാഗിലേക്ക് നോക്കി ആ ഒരു സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും തട്ടി തടഞ്ഞ് താഴെ വീഴാനല്ലേ ചാൻസ് ഉള്ളൂ. നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കി നോക്കി ആ പോകുന്ന വഴി മാത്രം ശ്രദ്ധിക്കുക. ഫ്ലാഗിന്റെ അടുത്തെത്തുമ്പോൾ അത് നമ്മൾ എടുക്കും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ആ റിസൾട്ടും എപ്പോൾ കിട്ടും, അധികം സ്ട്രെസ് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ സ്റ്റെപ്പ് ഫോളോ ചെയ്തങ്ങ് പോയിക്കൊണ്ടേയിരുന്നാൽ മതി. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, PSC പഠിക്കുന്നത് ഫാമിലി ഒഴിച്ചു കഴിഞ്ഞാൽ അധികം ആരോടും അതങ്ങനെ ഷെയർ ചെയ്യേണ്ട. അതായത് ഇന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ്, ഇത്ര മണിക്കൂർ ഞാൻ പഠിക്കുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്, അങ്ങനെ മുൻതൂക്കം വരുത്തി എന്തെങ്കിലും ഒരു കോൺവെർസേഷനിലോ കാര്യങ്ങളൊന്നും ആരോടും അങ്ങനെ അറിയിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വേറൊന്നുമല്ല, ഇതെന്ന് പറയുന്നത് ഒരുപാട് നെഗറ്റീവ്സിൽ നിന്ന് നമ്മളെ തന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനാണ്. കാരണം നമ്മൾ ആരെയും ബോധിപ്പിക്കാനല്ലല്ലോ, നമുക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ചിലവരുണ്ട്, ശരിയാണ്, നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു സപ്പോർട്ടും അവരുടെ മോട്ടിവേഷനൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെന്റ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് അധികം ഇതൊന്നും അങ്ങനെ ഷെയർ ചെയ്യേണ്ട. ഇത് നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. ഇവിടെ നമുക്ക് കുറച്ച് സെൽഫിഷ്നെസ് കാണിക്കാം. കാരണം നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത് അത്രയും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിന് ഒരു നെഗറ്റീവ്സും വരാൻ നമ്മളായിട്ട് അനുവദിക്കാതിരിക്കുക എന്നത് തന്നെയാണ് അടുത്തൊരു കാര്യം. പിന്നെ നമ്മൾ ലിസ്റ്റിൽ വന്നാലും അങ്ങനെ ഒന്നും ആരോടും പറയാൻ പോകണ്ട. കാരണം നമ്മുടെ ഒരു അഡ്വൈസ് നമുക്ക് കയ്യിൽ കിട്ടി, ആ ഒരു മുഹൂർത്തം എല്ലാവരും അറിഞ്ഞോട്ടെ. കാരണം അവിടെ നമ്മൾ ജോലിക്ക് എത്രയും പെട്ടെന്ന് പ്രവേശിക്കുകയാണല്ലോ. ലിസ്റ്റിൽ വന്നാൽ പോലും എല്ലാവരുടെയും ചോദ്യങ്ങൾ എപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരും. കാരണം എപ്പോഴാക്കി വിളിച്ചില്ല ഇതുവരെ, ഭയങ്കര കഷ്ടമായി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും കേൾക്കേണ്ടി വരും. അത് നമുക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നമ്മൾ PSC പഠിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെന്റ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു നിരാശയും മടുപ്പൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നന്നായിട്ട് ബ്രേക്ക് എടുക്കുക. അത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ വിശ്രമം നൽകുന്നതായിരിക്കണം. നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനോ എന്ത് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് റെസ്റ്റും ബ്രേക്കൊക്കെ എടുക്കണം. അല്ലാതെ നമ്മൾ അൺഹെൽത്തി ആയിട്ട് നമ്മുടെ ഉറക്കമൊക്കെ കളഞ്ഞ് ഇങ്ങനെ കിടന്ന് നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് ഓവറായിട്ട് പഠിക്കരുത്. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനെ നെഗറ്റീവായിട്ടും കൂടിയും ബാധിക്കും. അതുകൊണ്ട് ഈ ഒരു ജേണി എന്നൊക്കെ പറയുന്നത് നന്നായിട്ട് എൻജോയ് ചെയ്യാനുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് ഈ ഒരു ദിവസങ്ങളൊക്കെ തന്നെയാണ്. ഇവിടം കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു പൊസിഷനിലൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഹാർഡ് വർക്കിംഗ് ചെയ്ത ദിവസങ്ങളെ പറ്റി നിങ്ങൾക്ക് സ്വയം അഭിമാനം തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ജേർണലിംഗ് പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ PSC പ്രിപ്പറേഷൻ ഡേയ്സ് മെമ്മറീസ് ഒക്കെ കുറിച്ച് വയ്ക്കുന്ന ഒരു കുഞ്ഞു ഡയറി ഒക്കെ കളക്ട് ചെയ്ത് നിങ്ങൾ അധ്വാനിക്കുന്ന സമയം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂറൊക്കെ പഠിക്കുന്ന സമയത്തിൽ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് മെമ്മറീസ് ആയിട്ടുള്ള കുറേ, അതായത് ഇന്ന ദിവസം ഞാൻ ഇത്ര മണിക്കൂർ ഇത്രയും ഒരു ടോപ്പിക്ക് പഠിച്ചു, റിവിഷൻ ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സ്പാർക്കിംഗ് ആയിട്ട് തോന്നുന്ന മൊമെന്റ്സ് ഒക്കെ ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ വെറുതെ എഴുതിയോ ഒക്കെ ഒന്ന് കുറിച്ച് ഒരു ഓർമ്മ പുസ്തകം പോലെയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ കഴിഞ്ഞ് ജോലി കിട്ടിയൊക്കെ കയറുമ്പോൾ ആ ഒരു ഓഫീസിലിരുന്ന് ഈ ഒരു ചെറിയ ബുക്കൊക്കെ ഒന്ന് തുറന്നു നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അഭിമാനം ഒക്കെ ഉണ്ടാവും. അതെന്നൊക്കെ പറയുന്നത് എന്താ, നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ജേണി എന്ന് പറയുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യരുത്, ഇഷ്ടപ്പെട്ട് തന്നെ പോവുക. അത് തന്നെയാണ് അതിന്റെ കാര്യം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് PSC പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും കുറച്ച് പോയിന്റ്സ് ഒക്കെ മനസ്സിൽ വെച്ച് നല്ല സന്തോഷമായിട്ട് സമാധാനമായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.